വെൽക്കം ടു രാജീസ് കിച്ചൺ വേൾഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് കുക്കറിലൊരു അടിപൊളിയൊരു തക്കാളി ചോറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ്. ഒരു അരമണിക്കൂറിന് മുമ്പ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി ഒരു 4 തക്കാളി, നല്ല പഴുത്ത തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളക്, പുതിന, കുറച്ച് മല്ലിയില, പിന്നെ നമ്മൾ താളിക്കാൻ വേണ്ടിയിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ നമുക്ക് തക്കാളി ചോറ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. ഇതിപ്പോൾ നമുക്ക് തക്കാളി ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പട്ട, പെരിഞ്ചീരകം, ഗ്രാമ്പു എല്ലാം ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കൂടെ നമ്മൾ 4-5 പച്ചമുളക് എടുത്ത് വെച്ചത് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. സവാള നന്നായിട്ട് വഴണ്ട് വരട്ടെ. അതുവരയ്ക്കും നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം പോകുന്നത് വരയ്ക്ക് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പുതിനയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഞാൻ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നല്ല പഴുത്ത 4 തക്കാളി കട്ട് ചെയ്ത് വെച്ചേക്കുന്നതുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചോറിന് എപ്പോഴും നല്ല പഴുത്ത തക്കാളി എടുക്കണം. അതാണ് നല്ല ടേസ്റ്റ്. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴണ്ട് വരുന്നത് വരയ്ക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ കണ്ടോ, തക്കാളിയെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലിയാണ്. എരിവ് കുറവായിരിക്കും, നല്ല കളർ ഉണ്ടാകും. എരിവിന് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇതിപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് വഴണ്ട് എണ്ണയെല്ലാം നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. അതേ അളവിനാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം. അതേ അളവിനാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. ഇതിപ്പം നമുക്ക് വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മൾ ഒഴിച്ച് കൊടുത്ത വെള്ളവും മസാല എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കഴുകി വാർത്ത് വെച്ചേക്കുന്ന അരി ചേർത്ത് കൊടുക്കണം. അരി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പും പുളിപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെക്കണം. കുക്കർ മൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യണം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരും. ഇപ്പം നമ്മുടെ കുക്കർ വിസിൽ വന്നിട്ടുണ്ട്. 3 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് സ്റ്റീമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് നമ്മുടെ തക്കാളി ചോറ് സൂപ്പറായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ആവി പറക്കുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇപ്പം നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി നോക്കാം. ഒരു സൈഡിൽ നിന്ന് ഒന്ന് ഇളക്കി നോക്കാം. നല്ല ഉതിരിയായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. റൈസൊക്കെ ഒരുപാട് കുഴഞ്ഞൊന്നും പോകാതെ ഒട്ടിപ്പിടിക്കാതെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിന് വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഉച്ചയ്ക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും നല്ലൊരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു തക്കാളി ചോറാണ് കേട്ടോ ഇത്. നമ്മൾ തൈര് പച്ചടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുട്ടയും വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചോറ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്